നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും രാഷ്ട്രീയം മാത്രമല്ല, ലോകശക്തികളുടെ അടിത്തറ ഇളക്കിയ ഒരു വമ്പൻ നീക്കത്തെ കുറിച്ച് കൂടിയാണ്. നൂറ്റാണ്ടുകളായി ആധിപത്യം പുലർത്തിയിരുന്ന പാശ്ചാത്യ ശക്തിയുടെ മതിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ലോകം ഒരു പുതിയ സാധാരണത്വത്തിലേക്ക് കടക്കുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിന്റെ നിയന്ത്രണം ഒരു കേന്ദ്രത്തിൽ നിന്നും വിട്ടുപോവുകയാണ്. പക്ഷെ ഈ മാറ്റത്തിന് കാരണം എന്താണ്? അതെ, അമേരിക്കയുടെ സിംഹാസനം കണ്ടിട്ട് പോലും ഒരു കാലത്ത് വിറയ്ക്കാതിരുന്ന ലോകം ഇപ്പോൾ ഞെട്ടി വിറച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങളെയും ഭീഷണികളെയും പൂർണ്ണമായും അവഗണിച്ച് റഷ്യൻ പ്രസിഡന്റ് നടത്തിയ ആ ധീരമായ നീക്കം എന്തായിരുന്നു? അതെങ്ങനെയാണ് ആഗോള ശക്തിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചത്? പാശ്ചാത്യ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര അധികാര ധ്രുവമായി റഷ്യ ഇന്ന് ലോക രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് വഴി തുറക്കുന്നത് എങ്ങനെയാണ്? റഷ്യയുടെ ആ നീക്കം ലോകത്തിന് മുന്നിൽ ഒരു ബദൽ അവതരിപ്പിച്ചു. തുല്യതയുടെയും പരമാധികാരത്തിന്റെയും ബഹുധ്രുവ ലോകം. ഇന്ന് നമുക്ക് ആ വമ്പൻ നീക്കം എന്താണെന്നും അത് യൂറോപ്പിനെ എങ്ങനെ അമേരിക്കയ്ക്ക് അടിമയാക്കി എന്നും, ലോകം മാറുന്ന ഈ സന്ദർഭത്തിൽ റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ എങ്ങനെയാണ് പുതിയ ശക്തി ധ്രുവങ്ങളായി ഉയർന്നു വരുന്നത് എന്നും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നമുക്കറിയാം, 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ലോകത്തെ അടക്കി ഭരിച്ചിരിക്കുന്നത് ലിബറൽ സാമ്പത്തിക ക്രമവും അതിനെ നയിച്ച പാശ്ചാത്യ ശക്തികളുമായിരുന്നു. എന്നാൽ ഇന്ന് ആ മിഥ്യാധാരണയുടെ കാലം കഴിഞ്ഞു. ആഗോള രാഷ്ട്രീയത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള പാശ്ചാത്യ ശേഷിക്ക് മങ്ങലേൽക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധേയമായത് അമേരിക്കയുടെ ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടും 20 വർഷം മുമ്പുണ്ടായിരുന്ന അതേ ആധിപത്യം ഇന്ന് അവർക്ക് അവകാശപ്പെടാനില്ല. അവരുടെ തന്ത്രങ്ങൾ പലതും പിഴച്ചു. റഷ്യയെ ഒറ്റപ്പെടുത്താനും തന്ത്രപരമായി പരാജയപ്പെടുത്താനുമുള്ള അമേരിക്കയുടെ ശ്രമം പരാജയപ്പെട്ടത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ റഷ്യൻ നിലപാടുകൾക്ക് സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ ക്ഷയം ഏറ്റവും വ്യക്തമായി കാണുന്നത് യൂറോപ്യൻ യൂണിയനിലാണ്. 2008-ലെ സാമ്പത്തിക പ്രതിസന്ധി, കുടിയേറ്റ പ്രതിസന്ധി, കോവിഡ് മഹാമാരി, സാങ്കേതിക സ്തംഭനാവസ്ഥ, ഈ തുടർച്ചയായ ആഘാതങ്ങൾ യൂറോപ്പിനെ ദുർബലപ്പെടുത്തി. കൃത്രിമ ബുദ്ധി പോലെയുള്ള വികസിത വ്യവസായങ്ങളിൽ അമേരിക്കയുമായോ ചൈനയുമായോ മത്സരിക്കാൻ കഴിയാതെ യൂറോപ്പ് തങ്ങളുടെ തന്ത്രപരമായ സ്വയംഭരണം ക്രമേണ ഉപേക്ഷിച്ചു. 2022-ലെ ഉക്രൈൻ സംഘർഷത്തോടെ യൂറോപ്പ് തങ്ങളുടെ തീരുമാനമെടുക്കൽ പൂർണ്ണമായും അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ മാനസികമായി തയ്യാറായി. യൂറോപ്യൻ നേതാക്കൾ ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ഏറ്റവും അതിരുകടന്നവ പോലും അനുസരിക്കാൻ ബാധ്യസ്ഥരമാണ്. പടിഞ്ഞാറൻ യൂറോപ്പിൽ പരമാധികാരം എന്നത് ഇനി ഒരു തന്ത്രമല്ല, മറിച്ച് അമേരിക്കയുടെ ഉള്ളിൽ ഒരു സ്ഥാനം കണ്ടെത്തുക എന്നതിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഇത് യൂറോപ്പിന്റെ ദയനീയമായ കീഴടങ്ങലാണ്. അമേരിക്കൻ മേധാവിത്വത്തിന്റെ ചെരുപ്പിനടിയിൽ ഞെരിഞ്ഞമരുന്ന യൂറോപ്പിന്റെ ഈ അവസ്ഥ സ്വന്തമായി തീരുമാനമെടുക്കാൻ ശേഷിയില്ലാത്ത ഒരു കീഴ്വഴക്കത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ്. ഈ രാഷ്ട്രീയ ദുർബലതയുടെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആഗോള കാര്യങ്ങളിൽ അമേരിക്കയുടെ നയങ്ങൾ പലപ്പോഴും ലോകത്തിന്റെ പൊതുവായ നന്മയെ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നില്ല, മറിച്ച് സ്വയം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു. അവർ സ്ഥാപിച്ച നിയമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്രമം എന്നത് യഥാർത്ഥത്തിൽ പാശ്ചാത്യരുടെ, പ്രത്യേകിച്ചും അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു മറ മാത്രമായിരുന്നു. ഈ കെട്ടിച്ചമച്ച നിയമങ്ങൾ ഇന്ന് ശക്തി കുറഞ്ഞു വരികയാണ്. പാശ്ചാത്യ ശക്തിയുടെ ഈ ക്ഷയം മറ്റ് രാജ്യങ്ങൾക്ക്, അതായത് പാശ്ചാത്യേതര രാജ്യങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നേടാൻ അവസരം നൽകിയിരിക്കുന്നു. ചൈന ഇതിന് നേതൃത്വം നൽകി. സാമ്പത്തിക വിജയത്തിന് മറ്റ് രാജ്യങ്ങൾ നേരിട്ടുള്ള നിയന്ത്രണം ആവശ്യമല്ലെന്ന് അവർ തെളിയിച്ചു. അവരുടെ മാതൃക ബലപ്രയോഗത്തിലല്ല, മറിച്ച് സഹവർത്തിത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഈ പരിവർത്തനത്തിൽ റഷ്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപാരമായ സൈനിക ശേഷിയും കൂടുതൽ മിതമായ സാമ്പത്തിക അടിത്തറയുമുള്ള റഷ്യ ഒരു സ്വതന്ത്ര അധികാര ധ്രുവമായി നിലകൊള്ളുകയാണ്. റഷ്യയുടെ ഈ നിലപാട് ലോക രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് ശക്തമായ സംഭാവന നൽകുന്നു. കാരണം പാശ്ചാത്യ ആധിപത്യത്തോടുള്ള അതിന്റെ ധീരമായ നിലപാടാണ്. അമേരിക്കൻ തന്ത്രത്തെക്കുറിച്ച് പുനർചിന്തിച്ചാൽ അവരെ നിർബന്ധിതരാക്കിയത് ഇങ്ങനെയുള്ള പല കാരണങ്ങളുമാണ്. അമേരിക്കയുടെ എല്ലാ ഭീഷണികളെയും ഉപരോധങ്ങളെയും റഷ്യ അതിജീവിച്ചു. റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും റഷ്യയെ ലോകവേദിയിൽ നിന്നും ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഒരു ബഹുധ്രുവ ലോകക്രമത്തിനായിട്ടുള്ള റഷ്യയുടെ ആവശ്യം ഇന്ന് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും അംഗീകരിക്കുന്നു. ഇത് റഷ്യയുടെ നയതന്ത്ര വിജയമാണ്. ലോകം ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നും നിയന്ത്രിക്കേണ്ടതില്ലെന്നും ഓരോ രാജ്യത്തിനും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ടെന്നും റഷ്യ ഉറക്കെ പറയുകയാണ്. റഷ്യൻ നയതന്ത്രം, പ്രത്യേകിച്ചും ഗ്ലോബൽ സൗത്തുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ കൂടുതൽ തുല്യതയും പരസ്പര ബഹുമാനവും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നീതിയെയും തുല്യതയെയും കുറിച്ചുള്ള ഈ ആഗോള രാഷ്ട്രീയ സംഭാഷണത്തിൽ ഇന്ത്യയാണ് പാശ്ചാത്യേതര ലോകത്തെ മൂന്നാമത്തെ സ്തംഭം. ദേശീയ വികസനത്തിനായി പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സഹകരണം ഉപയോഗിക്കുമ്പോഴും അവരുടെ പ്രധാന താല്പര്യങ്ങളുടെ കാര്യത്തിൽ
രാജ്യം വളരെ സ്വതന്ത്രമായി നിലകൊള്ളുന്നുണ്ട്. റഷ്യയുമായി പ്രതിരോധ ബന്ധം നിലനിർത്താനും അമേരിക്കൻ നിർദ്ദേശങ്ങളെ അവഗണിക്കാനും ഇന്ത്യക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ ശക്തി സന്തുലിതാവസ്ഥ മാറിയതിന്റെ വ്യക്തമായ സൂചനയാണ്. നൂറ്റാണ്ടുകളായി പാശ്ചാത്യ ശക്തികൾ രൂപം നൽകിയ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്രമം ഇന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സ്വാധീനം കുറഞ്ഞു വരികയാണ്. 1648 വെസ്റ്റ്ഫാലിയ ഉടമ്പടി മുതൽ ഐക്യരാഷ്ട്രസഭയുടെ സൃഷ്ടി വരെ പാശ്ചാത്യർ അവരുടെ ആഭ്യന്തര സംഘർഷങ്ങളിലൂടെയാണ് ആഗോള മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തിയത്. അവർ സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കി ലോകത്തെ അത് അനുസരിക്കാൻ നിർബന്ധിച്ചു. എന്നാൽ ഇന്ന് പശ്ചിമ യൂറോപ്പിലെ രാഷ്ട്രങ്ങൾ അമേരിക്കയ്ക്ക് ചുറ്റും ഏകീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഗുരുതരമായൊരു ആന്തരിക മത്സരവും ഇല്ലാത്തതുകൊണ്ട് ലോകത്തിനായി പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് പാശ്ചാത്യ ലോകത്തിന് നഷ്ടപ്പെട്ടു. അവരുടെ ചിന്തകളൊക്കെ പഴഞ്ചനായി എന്ന് തന്നെ പറയാം. അതിന്റെ ക്ഷയിച്ച ശക്തിയുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ പാശ്ചാത്യ ലോകം കൂടുതൽ അസ്ഥിരതയിലേക്ക് നീങ്ങുകയാണ്. ആകർഷണം കൊണ്ട് നേടാൻ കഴിയാത്തത് ഇപ്പോൾ തടസ്സങ്ങളിലൂടെ നേടാൻ ശ്രമിക്കുന്നു. ഇസ്രയേൽ, തുർക്കി, ഉക്രൈൻ ഭരണകൂടം പോലെയുള്ള അവരുടെ പ്രതിനിധികൾ തങ്ങളുടെ തുടർച്ചയായ പ്രസക്തി തെളിയിക്കാൻ വേണ്ടി അവരുടെ പ്രദേശങ്ങൾ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് കൂടുതൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് അതിലൂടെ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു നയമാണിത്. ഇത് അമേരിക്കൻ നയതന്ത്രത്തിന്റെ ഏറ്റവും വിമർശനാത്മകമായ ഭാഗമാണ്. മറ്റുള്ളവരെ ദുർബലപ്പെടുത്തി സ്വന്തം ശക്തി നിലനിർത്താനായി ശ്രമിക്കുന്ന ഒരു സാമ്രാജ്യത്വ നയം എന്ന് തന്നെ പറയാം. എന്നാൽ റഷ്യ ഈ നയത്തെയാണ് ധീരമായി ചോദ്യം ചെയ്യുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെയും പരമാധികാരത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ ഭീഷണിപ്പെടുത്താനോ ഉപരോധിക്കാനോ അധികാരമില്ലെന്ന് റഷ്യ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഈ പുതിയ ക്രമം അല്ലെങ്കിൽ അതിന്റെ അഭാവം ഒരു അസാധാരണമായ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനിയൊരു സംഘടനാ കേന്ദ്രമില്ല. അമേരിക്ക ശക്തമാണെങ്കിലും സാർവത്രികമായി ആജ്ഞാപിക്കാൻ കഴിയില്ല. പശ്ചിമ യൂറോപ്യൻ ഇച്ഛാശക്തിയും ഭാവനയും നഷ്ടപ്പെട്ടു. അതേസമയം റഷ്യയും ചൈനയും ഒരു ബദലാണ് മുന്നോട്ട് വെക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായ കൂട്ടായ്മകളെക്കാൾ സ്വയം നിർണയിക്കുന്ന ലോകരാഷ്ട്രങ്ങളിൽ ഒരു ബഹുധ്രുവ ലോകം. റഷ്യ ഈ ബഹുധ്രുവ ലോകത്തിന്റെ നട്ടെല്ലാണ്. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പരസ്പര ആണവ പ്രതിരോധം വലിയ തോതിലുള്ള യുദ്ധങ്ങളെ തടയുകയും ഒരു ആധിപത്യമില്ലാത്ത പുതിയ ആഗോള സന്തുലിതാവസ്ഥയുടെ ആവിർഭാവത്തിന് സമയം നൽകുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ അടുത്ത ഘട്ടം മുൻ നൂറ്റാണ്ടുകളോട് സാമ്യമുള്ളതായിരിക്കാം. ഒരു ലോക പോലീസുകാരൻ ഇല്ലാതെ ഒന്നിലധികം ശക്തികൾ സമാധാനപരമായി സഹവർത്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. റഷ്യ, ചൈന, ഇന്ത്യ എന്നീ വലിയ ശക്തികൾക്ക് മാത്രമല്ല, ശബ്ദം കണ്ടെത്തുന്ന ഡസൻ കണക്കിന് ചെറു രാഷ്ട്രങ്ങളിലേക്കും ലോക രാഷ്ട്രീയത്തിൽ സാധാരണത്വം നിർവചിക്കാനുള്ള ശക്തി മാറുകയാണ്. 500 വർഷത്തിലേറെയായി നാഗരികതയുടെ തിരക്കഥയുടെ രചയിതാക്കളായി സ്വയം സങ്കല്പിക്കുന്ന പാശ്ചാത്യരുടെ ആ കഥ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ലോകം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ പരിവർത്തനത്തിലൂടെ റഷ്യ ലോകത്ത് കൂടുതൽ തുല്യതയും നീതിയും ഉറപ്പാക്കുന്ന ഒരു പുതിയ ബഹുധ്രുവ ലോകക്രമത്തിന് വഴിയൊരുക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. റഷ്യയെ തകർക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ സ്വന്തം പ്രതിസന്ധികളിൽ ഉഴലുകയാണ്. റഷ്യയുടെ ധീരമായ നിലപാട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഒരു പാഠവുമാണ്. സ്വയം പരമാധികാരവും ദേശീയ താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുക. പുതിയ ക്രമത്തിന്റെ രൂപരേഖകൾ പൂർണ്ണമായും വ്യക്തമല്ലെങ്കിലും അതിന്റെ അടിത്തറ ശക്തമാണ്. ഇത് സാർവത്രിക നിയമങ്ങളിലുള്ള വിശ്വാസത്താലല്ല, മറിച്ച് പരസ്പര നിയന്ത്രണത്തിന്റെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തിൽ നിലനിർത്തപ്പെടുന്ന ഒരു ആഗോള സന്തുലിതാവസ്ഥയാണ്. ഈ സന്തുലിതാവസ്ഥയിൽ റഷ്യ ഒരു നിർണായക ശക്തിയായി തന്നെ നിലകൊള്ളും. അപ്പോൾ ലോകത്തിന്റെ ഈ മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ബഹുധ്രുവ ലോകക്രമത്തിൽ റഷ്യയുടെ പങ്ക് നിർണായകമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.